ഇന്ന് ഞങ്ങളുടെ ഒരു വൈകുന്നേരമാണ്. അപ്പം നാദിയായും മൂസാക്കായും എൻ്റെ മോൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേ നവംബർ 5-നാണ്. അത് പ്രമാണിച്ച് ഒരു സർപ്രൈസ് ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവർ നേരത്തെ കൊണ്ടുവന്നെങ്കിലും ഒന്നുകൂടി ഒരു വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞപ്പോൾ വീണ്ടും അവർ അതുപോലെ അഭിനയിക്കണതാണ്. അത് കഴിഞ്ഞ് നമ്മൾ റെഡിയായ ഒരു സ്ഥലം വരെ പോകാനായിട്ട് ഇറങ്ങി. നമുക്ക് എങ്ങനെ വീഡിയോ എടുക്കണം, എങ്ങനെ ഇൻട്രൊഡക്ഷൻ പറയണമെന്നൊരു ഐഡിയ ഇല്ല. നമ്മൾ ഇന്ന് ഒരു ഉദ്ഘാടനത്തിന് പോവാണ്. നമ്മളാണ് ആ കട ഉദ്ഘാടനം ചെയ്യാൻ പോണത്. എൻ്റെ ഹസ്ബൻഡിൻ്റെ ക്ലോസ് ഫ്രണ്ടാണ്. നമുക്ക് ഉദ്ഘാടനത്തിന് പോയി അത് കണ്ടാ പറയില്ല, അതുകൊണ്ട് പറഞ്ഞു. അങ്ങനെ ഇപ്പം നമ്മൾ പോകാൻ പോണേ എൻ്റെ ഇക്കാടെ ബെസ്റ്റ് ഫ്രണ്ട് ഫാറൂഖ് കാക്കാടെ പുതിയ ഹോട്ടൽ ഉദ്ഘാടനമായിരുന്നു. അങ്ങനെ അത് ഉച്ചയ്ക്ക് കഴിഞ്ഞു. നമ്മളിപ്പോൾ ഒരു വൈകുന്നേരമൊക്കെ ആയപ്പോൾ പോകാൻ പോവാണ്. നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് പുതിയ സെൽഫി സ്റ്റിക്ക് കിട്ടി, അതാണ് ഇത്ര ഷോ. നമ്മുടെ സന്തോഷത്തിലും ദുഃഖത്തിലും കൂടെ നിന്നിട്ടുള്ള കുറച്ച് പേരിൽ ഒരാളാണ് ഈ ഫാറൂഖ് കാക്ക. അപ്പോൾ ആ ആളുടെ ലൈഫിൽ നല്ല നല്ല നേട്ടങ്ങൾ കാണുമ്പോൾ നമുക്കും അതൊരു സന്തോഷം. കുറച്ച് ദൂരമുണ്ട് അവിടെ പോകാനായിട്ട്. ഞങ്ങൾ ഇതുവരെ പോയിട്ടില്ലാത്തൊരു സ്ഥലമാണ്. അപ്പം നമ്മൾ ഒരു ഐഡിയ ഒന്നുമില്ല പ്രോപ്പർ സ്ഥലം എവിടെയാണെന്ന്. അപ്പം ഞങ്ങൾ അങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. നമ്മൾ പൊക്കോണ്ടിരിക്കുന്ന സ്ഥലം അറിഞ്ഞൂടെ ഒരു ഊഹം വെച്ച് അങ്ങ് പോവാണ്. നമുക്ക് എത്തോ നോക്കാം. പറക്കോട്ട് പോകണം. എൻ്റെ കണ്ണിൽ നേരെ എന്തോ ഒന്ന് കൊണ്ടിട്ടുണ്ടായിരുന്നു. ഇപ്പം ഇതാ അടുത്താളെ കണ്ണിൽ ഇവിടെ എന്തൊക്കെയോ ജീവികൾ നമ്മൾ കണ്ണിൽ കൂടെ വന്ന് കുത്തണുണ്ട്. നമ്മൾ പകുതി വഴിയിൽ നിൽക്കുകയാണ്. അവർ ഓവർടേക്ക് ചെയ്ത് പോയെങ്കിലും അവർ ഓവർടേക്ക് ചെയ്തത് കുറച്ച് കൂടിപ്പോയി. അവർ സ്ഥലവും കഴിഞ്ഞാണ് പോയത്. ഫാറൂഖ് കാക്ക നമ്മൾ ഏറ്റവും കൂടുതൽ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നത് ഒന്ന് രക്ഷപ്പെട്ട് കാണണമെന്നാണ്. പുക വെച്ചുകൊണ്ടിരിക്കുകയാണ്. നാദിയക്ക് ഭയങ്കര ഷോയാണ്. ഇത് മൂസാറ്റി ഇതാണ് നമ്മുടെ ഫാറൂഖ് കാക്ക. നമ്മുടെ എല്ലാ നല്ല നിമിഷത്തിലും മോശം നിമിഷത്തിലും കെട്ട നിമിഷത്തിലും എല്ലാ നിമിഷത്തിലും കൂടെ നിൽക്കണ ഒരാളാണ് ഫാറൂഖ്. ഹലോ ഫാറൂഖ്, എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? മാറായ മുറ്റത്തിൻ്റെ അകത്ത് പരക്കോട്ട് പോണം. അപ്പൊ എല്ലാരും പറഞ്ഞ ഇത് നൗഫൽ, ഇത് ഫാറൂഖ് കാക്കയുടെ ഓൾ ഇൻ ഓൾ. ഇത് നാദിയ ചുമ്മാ ചിരിച്ചോണ്ടിരിക്കും. ഇത് മൂസ കാണണം കേട്ടോ. അവഎന്താ നമ്മളെ 300 പേരിൽ ഒരാൾ ഫ്രീ ആയിട്ട് കൊടുക്കണം മുട്ടായി. അതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് വാരി എടുക്കാം. ആരും തെറ്റിദ്ധരിക്കേണ്ട, മുട്ടായൊക്കെ തിരിച്ചിട്ടിട്ടുണ്ടായിരുന്നു. ഇത് ഫ്രിഡ്ജ് ലോക്ക് ചെയ്യണ ഒരു സാധനമാണ്. പെട്ടെന്നൊന്നും ആർക്കും തുറക്കാൻ പറ്റൂല. ഫാറൂഖ് കാക്കയുടെ വൈഫ് അൽഫി ഫാറൂഖ് കാക്കക്ക് ഓൺലൈനിൽ നിന്ന് വാങ്ങിക്കൊടുത്ത സാധനം എന്ന് പറഞ്ഞാൽ അങ്ങനെ നമ്മളതിൽ തള്ളി മറിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ആ സാധനം കൊള്ളാം. നമ്മൾ ആദ്യമായിട്ടാണ് കാണുന്നത്. നീറ്റ് ആൻഡ് ക്ലീൻ കിച്ചൺ. വാവ്. നമ്മൾ കുറച്ച് നേരം അവിടെ നിന്നിട്ടുണ്ടായിരുന്നു. നല്ലൊരു ഷോപ്പായിരുന്നു, നല്ല നീറ്റും ക്ലീനും ആയിരുന്നു. അങ്ങനെ കുറേ നേരം അവിടെ സംസാരിച്ചുകൊണ്ടിരുന്നു. മാതാപിതു ഗുരുദേവം. ഹായ്. ഉരുട്ടമ്പല അനിയണ്ണൻ ഉരുട്ടമ്പലം. അപ്പൊ നമ്മള് ചായ കുടിക്കാൻ എല്ലാരും ഈ കടയിൽ പറഞ്ഞു. എന്നിട്ട് റിവ്യൂ പറയാം. ഓക്കെ, നമ്മൾ കഴിച്ചിട്ട് റിവ്യൂ പറയാം. എന്നിട്ട് കഷ്ടപ്പെടണ കണ്ടപ്പോ എനിക്ക് സഹിക്കാനില്ല. കണ്ടില്ലേ, ഇത് പറഞ്ഞു ഗായ്സ്. ഐശ്വര്യമായിട്ട് നാദിയാണ് കുടിക്കാൻ പോണത്. പറയൂ നാദിയ, എങ്ങനെയുണ്ട് നാദിയ? ഹലോ. ഇവിടുത്തെ പൊറോട്ട ഓർഡർ ചെയ്തിട്ടുണ്ട്. നല്ല ചായ, നല്ല കോഫി, നല്ല പൊറോട്ട.
എൻ്റെ കുഞ്ഞു കുട്ടികൾക്ക് പോലും കൊടുക്കാതെ ഒറ്റയ്ക്കിരുന്ന് കഴിക്കാണ്. വളരെ മോശം. അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ അവിടെ ഇരുന്ന് പൊറോട്ടയും ബീഫൊക്കെ വാങ്ങി. ഈ ബീഫും പൊറോട്ടയും നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. നമുക്ക് ചിക്കൻ ഫ്രൈനേക്കാൾ ഈ ബീഫാണ് നല്ല ഇഷ്ടപ്പെട്ടത്. അങ്ങനെ അതെല്ലാം നമ്മൾ കഴിച്ചിട്ട് ഇറങ്ങി. ഈ ഹോട്ടൽ പറഞ്ഞത് മാരായ മുട്ടത്തിൻ്റെ അടുത്തായിട്ടാണ്. ഇതുവരെ ഷോപ്പിന് പേരിട്ടിട്ടില്ല. അപ്പോൾ കുറച്ചുകൂടി പണിയൊക്കെ അവിടെ ഉണ്ടെന്ന് പറഞ്ഞു. ഒന്നെടുത്തോട്ടാ അല്ല ഒന്നെടുത്തോട്ടെ. അതെന്താ ഒന്ന് താങ്ക് യു. ഹായ് ഗൈസ്, ഇന്ന് എൻ്റെ അളിയൻ്റെ ബർത്ത്ഡേ ആയിരുന്നു അല്ലേ? ഇന്ന് എൻ്റെ അളിയൻ്റെ ഹോട്ടൽ ഇനാഗുറേഷന് വേണ്ടി നമ്മള് ബാലരാമപുരത്ത് ഈ സ്ഥലത്തിന് പറയുന്നത് പറക്കാട്ട് കോണത്ത് നമ്മൾ വന്ന് നല്ല നമ്മൾ നല്ല അടിപൊളി ബീഫ് റോസ്റ്റ് അല്ല ബീഫ് ഫ്രൈ, അതെ, ചിക്കൻ ഫ്രൈ, അൺബോക്സിംഗ് ഉണ്ട്. നമ്മളങ്ങനെ ലോക്കൽസിനെ ഒന്ന് വീഡിയോയിൽ ഉൾപ്പെടുത്താറില്ല. ഓക്കെ, പറയും. ബീഫ് ഫ്രൈ അൺബോക്സിംഗ് ആയിരുന്നു. മറ്റേ ഇതാണ് നമ്മുടെ ഈ ഇതാണ് നമ്മുടെ കടയിലെ ഓണർ ഫാറൂഖ്. എന്താണ് പറയാനുള്ളത്? പറയൂ. നിങ്ങളുടെ കടയെ പറ്റി എവിടെയാണ് തുടങ്ങിയിരിക്കുന്നതൊക്കെ പറഞ്ഞു കൊടുക്കും. വളരെ വലിയൊരു കടയാണ്. കടയ്ക്ക് പ്ലാൻ സർപ്രൈസ് ആണ്. സബ്സ്ക്രൈബേഴ്സിന് ഓരോ കിലോ ചിക്കനാണ് കൊടുക്കുന്നത്. വന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഫോട്ടോ കാണിച്ചതിന് ഗീവ് ഉണ്ട്. ഇതെടുത്താ അത് ഫ്രീ. ഫാറൂഖ് ആകായി നൗഫലൊക്കെ ബിസി ആയിരുന്നെങ്കിലും കുറച്ച് ഗ്യാപ്പ് കിട്ടുമ്പോൾ നമ്മളടുത്ത് ഓടി ഓടി വരണുണ്ടായിരുന്നു. ഹോട്ടൽ മറിച്ചിട്ടിരിക്കുകയാണ്. ആദ്യമായി മൂസായി കണ്ടില്ലേ, ഇതിൽ എവിടെ വന്നാലും നശിപ്പിക്കും. അങ്ങനെ നമ്മൾ പോകാനായിട്ട് ഇറങ്ങി. അവര് മറിച്ചിട്ടൊന്നുമല്ല, ഒരു കോമഡിക്ക് വേണ്ടി പറഞ്ഞാണ്. എല്ലാരും കൈയടിച്ച് പാസ്സാക്കി തരണം. നമ്മൾ പോണെന്ന് പറഞ്ഞിട്ട് കുറെ നേരം കൂടി അവിടെ നിന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവർക്കും ബൈ പറഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. അങ്ങനെ കുറച്ച് ദൂരം കഴിഞ്ഞപ്പോൾ നല്ല ബ്ലോക്കായിരുന്നു. അങ്ങനെ നമ്മൾ വേറൊരു ഷോർട്ട് കട്ട് വഴി എങ്ങനെയൊക്കെയോ വീട്ടിൽ പോയി എത്തി. വീടെത്താൻ വേണ്ടി കാത്തിരുന്ന പോലെ ഇവിടെ വന്ന് കയറിയത് അവർ കൊണ്ടുവന്ന കാറിൽ കളിയായിരുന്നു. കാരണം നേരത്തെ നമ്മൾ പോകാൻ ഇറങ്ങിയോണ്ട് അവർക്ക് കളിക്കാൻ പറ്റിയില്ല. ആര് വാങ്ങി തന്നത് വണ്ടി? മുസാമായി. ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. ബൈ, സീ യു ബൈ. വാപ്പ നമ്മളെ സിനിമയ്ക്ക് എടുത്തിട്ട് പോയി. അപ്പോൾ നമ്മൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മളെ വീട്ടിലാക്കിയിട്ട് ഇക്ക സിനിമയ്ക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് അവൻ പറയണത്. നല്ല പേടിക്കുന്ന സിനിമയാണ്ട് പിള്ളേരെ കൊണ്ടുപോകാൻ പറ്റില്ലായിരുന്നു. ഇക്കാക്ക് സിനിമ ഹൈപ്പിനനുസരിച്ച് വലിയ ഇഷ്ടപ്പെട്ടിട്ടില്ലായിരുന്നു. അത് കേട്ടപ്പോൾ എനിക്കൊരു സമാധാനമായി. എന്നെ കൊണ്ടുപോകാൻ ഒറ്റയ്ക്ക് പോയതില്ല. അപ്പം ഇന്നെന്തായാലും ഇത്രയേ ഉള്ളൂ.